ഹലോ ഗൈസ്, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു 9 വാട്ടിൻ്റെ LED ബൾബ് റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഇത് ക്രോംപ്റ്റൻ്റെ 9 വാട്ട് LED ബൾബാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഉജ്ജ്വല ക്യാമ്പയിൻ്റെ പാർട്ടായിട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പം എല്ലാ LED ബൾബും ഇതേ മെത്തേഡ് ഉപയോഗിച്ച് റിപ്പയർ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ. ഇപ്പം നിങ്ങൾ ഈ ബൾബിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിന് ഫ്ലിക്കറിംഗ് ആണ് ഈ ബൾബിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൾബിനും ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ഇതുപോലത്തെ പ്രശ്നമാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഈ ടെക്നിക്ക്. അപ്പോൾ ഇത് കണ്ടോ, വളരെ ഫൈനായിട്ടൊരു ഗ്ലോ മാത്രം, അത് ഫ്ലിക്കർ ചെയ്യുന്നു. LED തെളിയെന്ന് പറയാൻ പറ്റില്ല, LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നൊരു അവസ്ഥ. ഈ പ്രോബ്ലമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് LEDയിലേക്ക് വോൾട്ടേജ് കിട്ടുന്നൊന്ന് ചെക്ക് ചെയ്യാം. 110 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡ്രൈവർ സൈഡ് ഓക്കെയാണ്. ഈ LED ബൾബിന് ഡ്രൈവറുണ്ട്, ആ ഡ്രൈവർ സൈഡ് ഓക്കെ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. LED വളരെ ഫൈനായിട്ട് തെളിയുന്നുണ്ട്. അപ്പം എപ്പോഴും സൂക്ഷിക്കുക, LED ബൾബ് തെളിയാത്ത അവസരത്തിൽ അതിനുള്ളിൽ കപ്പാസിറ്റർ ഉണ്ടാവും, അത് ഫുൾ ചാർജ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓൾവേസ് അത് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം, കണ്ടോ ഒരു സ്പാർക്ക് വന്നത്, ഓൾവേസ് അത് ഡിസ്ചാർജ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഫർദറായിട്ടുള്ള ഹാൻഡ്ലിങ് ചെയ്യുക. ഞാനിതൊന്ന് തുറക്കുകയാണ്. ഈ ബൾബ് കപ്പാസിറ്റർ ഡിസ്ചാർജ് ആക്കി ഉറപ്പ് വരുത്തണം, കൈകൊണ്ട് ഒരിക്കലും തൊട്ട് നോക്കരുത്. അപ്പം നമുക്ക് കപ്പാസിറ്റർ ഒന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, ഈ കപ്പാസിറ്റർ വീർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബൾജ്ഡാണ്. അതിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് എത്ര ക്ലിയർ ആവുമെന്ന് അറിയില്ല, പക്ഷേ എന്നിരുന്നാൽ കൂടിയും അത് വിസിബിളി ബൾജ്ഡാണ് കപ്പാസിറ്റർ. അതിൻ്റെ ടോപ്പ് സൈഡും ബോട്ടം സൈഡും അതുമാത്രമല്ല ടോപ്പിൽ വെൻറ്റഡ് ആണ്, ഒരു ചെറിയൊരു ഹോൾ അതിന് ടോപ്പിലുണ്ട്. ദാറ്റ് മീൻസ് കപ്പാസിറ്റർ ഓൾമോസ്റ്റ് അല്ല, കപ്പാസിറ്റർ എന്തായാലും തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അതാണോ പ്രശ്നം എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല. എന്തായാലും നമുക്ക് ആ കപ്പാസിറ്റർ ഒന്ന് മാറി വയ്ക്കണം. ഇതൊരു 100 വോൾട്ട് 68 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ എക്സാക്ട് വാല്യൂ കപ്പാസിറ്റർ എൻ്റെ കയ്യിലില്ല റീപ്ലേസ് ചെയ്യാനായിട്ട്. പകരം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു കപ്പാസിറ്റർ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഒരു 10 മൈക്രോഫാരഡ് 450 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ വെച്ച് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കൊന്ന് പിടിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ കപ്പാസിറ്റർ മാറ്റിച്ചപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഈ പഴയ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 105 ഡിഗ്രിയാണ് അതിൻ്റെ മാക്സിമം അലൗഡ് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് 105 ഡിഗ്രി വരെ ചൂടായാലും താങ്ങാൻ പറ്റുന്നൊരു കപ്പാസിറ്ററാണ് ഇത്. അതേസമയം ഞാൻ മാറ്റി വയ്ക്കാൻ പോകുന്ന പുതിയ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 85 ഡിഗ്രി മാത്രമേ അതിന് മാക്സിമം താങ്ങാൻ പറ്റുള്ളൂ. അപ്പം കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ്. അതുമാത്രമല്ല, ഞാനിത് ഒരു ഡെമോയ്ക്ക് വേണ്ടിയാണ്, ഇത് പരീക്ഷണമാണല്ലോ, വർക്കാവില്ലെന്ന്. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ച് വയ്ക്കുന്നത്. നിങ്ങൾ മാറി വെക്കുകയാണെങ്കിൽ പരമാവധി പറ്റുന്ന ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ റേഞ്ചിലുള്ള കപ്പാസിറ്റർ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. കാരണം LED ബൾബിന് ഉള്ളിൽ ഇരുന്ന് നല്ലപോലെ ചൂടാവുമല്ലോ, അന്നേരം ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെമോയ്ക്ക് വേണ്ടി അതൊന്നും പ്രശ്നമില്ല. ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ ഹൈ ടെമ്പറേച്ചർ റേറ്റിംഗുള്ള കപ്പാസിറ്റർ കിട്ടുവാണെങ്കിൽ അതിലേക്ക് റീപ്ലേസ് ചെയ്യാം. എന്തായാലും നമുക്കിപ്പം ഈ ബൾബ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കപ്പാസിറ്റർ മാറിയല്ലോ, തെളിവെന്നറിയണമല്ലോ, കണക്ട് ചെയ്ത് നോക്കാം. ഇല്ല, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ നേരത്തെ അതേ പ്രശ്നം തന്നെയാണ്, ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് സർക്യൂട്ട് ബോർഡ് പുറത്തെടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. കാരണം കപ്പാസിറ്റർ മാറി, ഇനി ബാക്കി കമ്പോണൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിയാൻ വേണ്ടി ബോർഡ് പുറത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ കണക്ഷൻ ഒന്ന് ഡീസോൾഡർ ചെയ്യണം, ഈ 2 ടെർമിനലിൽ. അപ്പോൾ നമ്മൾ ഡീസോൾഡർ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബോർഡ് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ കമ്പോണൻസും പറ്റുന്ന പോലെ ഒന്ന് ചെക്ക് ചെയ്യണം. വിഷ്വലി ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ബോർഡിൻ്റെ സൈഡിൽ കാണുന്നില്ല. മറ്റ് കമ്പോണൻസ് എല്ലാം കണ്ടിന്യൂറ്റി ഒക്കെ നോക്കിയായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ നമ്മൾ നോട്ടീസ് ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഇതിൻ്റെ LED ബൾബിൽ ഒരു ബൾബ് മാത്രം ഒരു ചെറിയ കറുത്ത സ്പോട്ടുണ്ട്, ഒരു ബ്ലാക്ക് സ്പോട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കതിൽ കാണിച്ചു തരാം. ആ ഒരു LEDയിൽ ഒരു കറുത്ത സ്പോട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. വീണ്ടും ഇപ്പോൾ നമ്മൾ PCB അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഞാനിത് നോട്ടീസ് ചെയ്യുന്നത്, ഈ ഒരു കറുത്ത സ്പോട്ട്. ആദ്യം പൊടിയാന്നൊക്കെയാണ് ഓർത്തത്, പക്ഷേ അത് തൊട്ട് നോക്കിയപ്പം പോകുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നമുക്കൊന്ന് കൺഫേം ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തായാലും എൻ്റെ ഒരു ഹോം മെയ്ഡ് LED ടെസ്റ്ററാണ്. ഇതിനെപ്പറ്റി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ടെസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വോൾട്ട് മീറ്ററിലുണ്ട്. വോൾട്ട് മീറ്ററിൽ ഇപ്പോൾ 22 വോൾട്ട് കാണിക്കുന്നുണ്ട്. DC വോൾട്ട് മീറ്ററാണ്. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റർ ഉപയോഗിച്ച് ഓരോ LED നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ 2-3 LED തെളിയുന്നുണ്ട്. ആ ഒരു LED ഒഴികെ ബാക്കി എല്ലാ LEDയും തെളിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പം ഈ മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ LED ബൾബിൻ്റെ ഫോർവേഡ് വോൾട്ടേജും ചെക്ക് ചെയ്യാൻ പറ്റും. ആ ഫോർവേഡ് വോൾട്ടേജിലേക്കായിരിക്കും ആ മീറ്ററിൻ്റെ വാല്യൂ ഡിപ്പ് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 9 വോൾട്ടാണ് ഇപ്പം ഈ ബൾബിൻ്റെ ഈ ഇൻഡിവിജ്വൽ LEDയുടെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ്. അതായത് 9 വോൾട്ടിൻ്റെ LED ബൾബാണ് ഓരോന്നും. സാധാരണ നമ്മൾ 3 വോൾട്ടിൻ്റെ LED ബൾബൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നത്.
പക്ഷേ ഇതെന്ന് പറയുന്നത് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇത് ഒരു ബൾബിനുള്ളിൽ തന്നെ 3 ചിപ്പാണുള്ളത്. 3 വോൾട്ടിൻ്റെ 3 ചിപ്പ്, അങ്ങനെ 9 വോൾട്ടിൻ്റെ. നിലവിൽ എൻ്റെ കയ്യിൽ 9 വോൾട്ടിൻ്റെ LED ബൾബ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കമ്പി ഉപയോഗിച്ചിട്ട് ആ ബൾബ് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അങ്ങനെ ഷോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ICയുടെ ഡേറ്റ ഷീറ്റ് മസ്റ്റായിട്ട് വായിച്ച് നോക്കണം. ഇവിടെ ഞാൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതിലുപയോഗിച്ചിരിക്കുന്ന ഈ IC എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് LEDയുടെ എണ്ണത്തിനനുസരിച്ച് കറണ്ട് റെഗുലേറ്റ് ചെയ്യുന്ന IC ആണ്. അതുകൊണ്ട് തന്നെ ഒരു LED ബൾബ് ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള വോൾട്ടേജ് കുറയുകയും ആ കുറവ് മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കലി കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു IC ആണ് ഇതിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഷോർട്ട് സർക്യൂട്ട് ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്. സാധാരണ കപ്പാസിറ്റീവ് ഡ്രൈവ് ചെയ്യുന്ന LED ബൾബുകളാണെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യരുത്, ബൾബ് വീണ്ടും കത്തിപ്പോകുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ സീരീസ് ടെസ്റ്റ് ഇട്ടാണ് കൊടുക്കുന്നത്. ബൾബ് തെളിയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി സീരീസ് ടെസ്റ്റ് വേണ്ട, നമുക്ക് ത്രൂ കൊടുത്ത് നോക്കാം. ജസ്റ്റ് ഷോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് സീരീസ് ടെസ്റ്റ് വഴി കൊടുത്തത്. അപ്പോൾ എന്തായാലും ഒരു ബൾബ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് 3 LED ബൾബ് റിമൂവ് ചെയ്ത് ഇക്വലൻ്റാണ് ഒറ്റ LED റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നാച്ചുറലി കറണ്ട് കൺസംഷൻ കുറയും. അപ്പോൾ അതിനനുസരിച്ച് പവർ കൺസംഷൻ കുറയും. ഇതൊരു 9 വാട്ടിൻ്റെ LED ബൾബായിരുന്നു. അപ്പോൾ ഇപ്പം എത്ര പവർ ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മീറ്ററിൽ. ഒരു LED ബൾബ് കുറഞ്ഞല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ LEDയുടെ കറണ്ട് കുറയും. ഏകദേശം 30 മില്ലി ആംപിയർ കറണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടേജ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ ഫാക്ടർ 0.8. ഇത് ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷൻ ഉള്ള ഒരു IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 7 വാട്ട്സ്. അപ്പം 9 വാട്ട്സിൻ്റെ LED ബൾബായിരുന്നു. ഒരു LED ബൾബ് കംപ്ലയിൻറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ഫ്ലിക്കറിങ് ഇഷ്യൂ വന്നുകൊണ്ടിരുന്നത്. പിന്നെ കപ്പാസിറ്ററിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്തു, LED ബൾബ് ഷോർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. അപ്പോൾ എന്തായാലും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി.